KSRTC-യിലാണ്. എറണാകുളം KSRTC-യിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശുദ്ധവായു ശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് നല്ല വായു ശ്വസിക്കാൻ കഴിയുന്നില്ല. ചേട്ടാ ഇത് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധജലം എന്ന് പറയുന്ന ഒരു സംഭവമല്ല. അതായത് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു കാനിയില്ല. ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല. അതേപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ എൻട്രൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ എൻട്രൻസ് തന്നെ കാലുകുത്താൻ പറ്റാത്ത രീതിയിലൊക്കെ എടുക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജനങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിന്, നല്ല ശ്വാസം ശ്വസിക്കാണ്ടാവുമ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൊതുക് എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അതായത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ അശുദ്ധജലം പോവാനായിട്ടുള്ള സംവിധാനം ഇല്ല. വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും മുന്നത്തെ പ്രാവശ്യമാണെങ്കിലും ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ള കാനിയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ KSRTC-യുടെ പരിസരത്തുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവുന്നതാണ്. ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് KSRTC-ക്ക് എടുക്കുന്നത്. KP ഗണേഷ് കുമാർ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് 1 കോടി രൂപേനേക്കാളും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫണ്ട് പ്രോപ്പറായിട്ട് താങ്കൾ വിനിയോഗിക്കുകയാണെങ്കിൽ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റും. അവർക്ക് നല്ല ശ്വാസം ശ്വസിക്കണം. അതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഒരു വെള്ളപ്പൊക്കോ മഴയോ വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങാതെ അതിനുള്ള സജ്ജീകരണം, ഈ കാനൊരുക്കാനായിട്ട് താങ്കൾ തയ്യാറാവണം. അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് താങ്കൾ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് താങ്കൾക്ക് വോട്ട് നൽകി താങ്കൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്നത്, ജനങ്ങളുടെ ഓണർഷിപ്പിൽ ഇരിക്കുന്നത്. എന്നിട്ടും താങ്കളുടെ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിവിടെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും ഹെൽത്ത് സ്ക്വാഡിനും അതേപോലെ തന്നെ ഹെൽത്തിൻ്റെ ആൾക്കാർക്കും ഇതിൻ്റെ നിവേദനം സമർപ്പിച്ചിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അല്ലാത്ത പ്രാവശ്യം ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ കാന സംവിധാനം നല്ല രീതിയിലല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.